കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ ശുചിത്വ മാലിന്യ സംസ്കരണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്ന നടപടികളുടെ ഭാഗമായി പൊതുസ്ഥലങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നവരെ വേഗത്തിൽ പിടികൂടുന്നതിന് വേണ്ടി കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ പരിധിയിൽ 90ഓളം ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു. അതിൽ ഒരു ക്യാമറ സ്ഥാപിച്ചത് കക്കാട് പള്ളിപ്പുറം റോഡിലായിരുന്നു. ആ ക്യാമറയുടെ തൊട്ട് താഴെയായി അറവ് മാലിന്യം കൊണ്ടിട്ടതിൻ്റെ ഒരു വീഡിയോ ഞങ്ങൾ ചെയ്തിരുന്നു. അതൊന്ന് നിങ്ങൾ കണ്ടു നോക്കൂ. കക്കാട് റോഡരികിലും പുഴയിലും മാലിന്യം തള്ളുന്നവരെ പിടികൂടുന്നതിന് വേണ്ടി കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ആ ക്യാമറയുടെ തൊട്ടരികിലാണ് പുഴയിൽ കന്നുകാലികളെ അറവ് ചെയ്തതിന്റെ മാലിന്യം നിക്ഷേപിച്ചിട്ടുള്ളത്. ഇതിട്ടവർക്കെതിരെ കോർപ്പറേഷൻ നിയമ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ? അതല്ല ഫണ്ട് വിനിയോഗിക്കാൻ വേണ്ടി മാത്രമാണോ ഈ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ളത്? പൊതുജനങ്ങൾക്ക് അറിയേണ്ടതായിട്ടുണ്ട്. ഈ ക്യാമറയുടെ തൊട്ട് താഴെ മാലിന്യം കൊണ്ടിട്ടവരെ പിടികൂടിയിട്ട് ഫൈൻ ഈടാക്കിയിട്ടില്ല. ഒരു കേസ് പോലും കോർപ്പറേഷൻ രേഖപ്പെടുത്തിയിട്ടില്ല. എന്തിനു വേണ്ടിയാണ് ഈ ക്യാമറ സ്ഥാപിച്ചിട്ടുള്ളത്? ഫണ്ടുകൾ വിനിയോഗിച്ച് കൊള്ളയടിക്കാൻ വേണ്ടി മാത്രമാണോ ഈ പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്? ഇതിനെക്കൊണ്ട് പൊതുജനങ്ങൾക്ക് ഒരു ഉപകാരവും ഉണ്ടായിട്ടില്ല. കോർപ്പറേഷന് കോടികൾ ചെലവഴിച്ചതല്ലാതെ അതുകൊണ്ടൊരു വരുമാനവും ഉണ്ടായിട്ടില്ല എന്നതാണ് ആധികാരികമായിട്ട് ഞങ്ങൾക്ക് കിട്ടിയ രേഖകൾ പറയുന്നത്. ക്യാമറകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി 1,58,74,486 രൂപയാണ് കോർപ്പറേഷൻ ചെലവഴിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ പ്രവൃത്തിയുടെ തുടർ നടത്തിപ്പിനും മോണിറ്ററിങ്ങിനും ഓൺസൈറ്റ് സർവീസിനും എന്നിവയ്ക്കായി മാത്രം പ്രതിമാസം 99,985 രൂപയുടെ ചെലവും വരും. അതായത് 1,00,000 രൂപയ്ക്ക് 15 രൂപ മാത്രം കുറവ്. കരാർ കാലാവധി 36 മാസമാണ്. ഈ 36 മാസ കാലയളവിൽ കരാർ ഏറ്റെടുത്ത കമ്പനിക്ക് ലഭിക്കുന്നത് കോടികളാണ്. കോർപ്പറേഷനാകട്ടെ 1 രൂപ പോലും ലഭിച്ചിട്ടുമില്ല. പൊതുജനങ്ങൾക്കാണെങ്കിലും ഒരു ഉപകാരവുമില്ല. പൊതുമുതൽ നഷ്ടപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഈ പദ്ധതി കോർപ്പറേഷൻ നടപ്പിലാക്കിയിട്ടുള്ളത്. ക്യാമറയുടെ CCTVയുടെ കൺട്രോൾ റൂം സ്ഥാപിച്ചിട്ടുള്ളത് കണ്ണൂർ കോർപ്പറേഷൻ ഓഫീസിലെ മേയറുടെ റൂമിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. പൊതുസ്ഥലങ്ങളിൽ CCTV തദ്ദേശഭരണ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുമ്പോൾ അതിൻ്റെ മോണിറ്ററിംഗ് പോലീസ് സ്റ്റേഷനിലും കൂടി ഉൾപ്പെടുത്താമായിരുന്നു. അതും കണ്ണൂർ കോർപ്പറേഷൻ ചെയ്തില്ല. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ക്രിമിനലുകളെ പിടികൂടുവാൻ പോലീസുകാർക്കെങ്കിലും സഹായകമായേനെ.